ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുനേഴ്സ്വിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഫറൂഖിലെ ചരിത്രമുറങ്ങുന്ന നാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലെ ടിപ്പുവിൻ്റെ കോട്ട. 1788 കോഴിക്കോട് ടിപ്പു സുൽത്താൻ ക്യാമ്പടിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം ചാലിയാറിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഫറൂഖിലെ കോട്ടക്കുന്നിൽ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഗുഹയായിട്ടാണ് കാണപ്പെടുന്നത്. മലബാറിലെ കൂടുതൽ റോഡുകളുടെ അസ്ഥിവാരമുണ്ടാക്കിയത് ടിപ്പു സുൽത്താനാണ് എന്ന് ബ്രിട്ടീഷുകാർ വരെ അംഗീകരിച്ചതാണ്. ഇനി നമുക്ക് ടിപ്പുവിൻ്റെ കോട്ടയെക്കുറിച്ചുള്ള പുതിയ കാഴ്ചകളിലേക്ക് കടക്കാം. കുന്നുകളുടെ കുന്നായ ഫറൂഖിലെ കോട്ടക്കുന്നിലാണ് ടിപ്പു ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഭൂഗർഭ അറ മുതൽ പടികളോട് കൂടിയ കിണർ വരെയുണ്ട്. പിന്നെ പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇവിടുത്തെ പുരാതനമായ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും ചരിത്രമുറങ്ങുന്ന ഫറൂഖിൻ്റെ നാട്ടിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. ഫറൂഖിലെ ടിപ്പുവിൻ്റെ കോട്ടയിലുള്ള കിണർ, ഭീമൻ കിണർ, അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ കിണറിലേക്ക് ആൾക്കാർക്ക് നടന്ന് പോകാനുള്ള സൗകര്യങ്ങളും പടികളും ഇതെല്ലാം ഉള്ളതാണ്. ഈ കിണറിൽ നിന്നും ഫറൂഖ് ചാലിയാറിലേക്കുള്ള ഒരു ടണൽ ഇതിൽ പോകുന്നുണ്ട്. ടിപ്പു സുൽത്താനും മറ്റ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ടിപ്പു രക്ഷപ്പെടുന്നത് ഈ ടണൽ മാർഗം വഴിയാണ് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. പടികെട്ടുകളോട് കൂടിയ കിണറിൻ്റെ വിശേഷങ്ങളും വീഡിയോകളുമായി അടുത്ത് തന്നെ വരും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.